ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജിതേഷ് എഴുതിയിരിക്കുന്നതിന് മേലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ജിതേഷ്. യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി മാഡം. ഞാൻ ഒരു പെൺകുട്ടിയുമായി നല്ല പ്രണയത്തിലായിരുന്നു. അവിടെ തന്നെ വിവാഹം കഴിക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ജാതകം നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത് ചേരില്ല. അത് പറഞ്ഞ് അവൾ പിന്മാറി മാഡം. നല്ലൊരു തേപ്പാണ് എനിക്ക് കിട്ടിയത്. പിന്നീട് പ്രേമിക്കാനൊന്നും പോയില്ല. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് പല പെൺകുട്ടികളെയും കാണാൻ പോയി. അവിടെയെല്ലാം ജാതകം മാത്രമായിരുന്നു പ്രശ്നം. പിന്നീട് ജാതകം നോക്കി ചേരുന്ന ആൾക്കാരെ മാത്രം കാണാൻ പോകാൻ തുടങ്ങി. അവിടെയും മറ്റു ചില പ്രശ്നങ്ങളുണ്ടായി. അവസാനമാണ് എൻ്റെ ഭാര്യയെ കണ്ടെത്തിയത്. അവൾക്കും എനിക്കും തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ജാതകം കറക്റ്റ് പെർഫെക്റ്റാണ്. ഇത്രയും നാളും ഇങ്ങനൊരു ജാതകം കിട്ടിയിട്ടേയില്ല. കാര്യങ്ങളെല്ലാം ഉറപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ കുഞ്ഞമ്മ ചാടി വീണത്. കുഞ്ഞമ്മ പറഞ്ഞത് ആ വീട്ടിൽ പല ദുരൂഹതയുമുണ്ടെന്നാണ്. കുഞ്ഞമ്മയുടെ ഭർത്താവിൻ്റെ ഒരു ബന്ധു അവിടെ കണ്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞത് ആ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ അമ്മ, അവരുടെ അനിയത്തി, ഇവരെ 2 പേരെയും കല്യാണം കഴിച്ചിരിക്കുന്നത് ഭാര്യയുടെ അച്ഛനാണെന്നാണ്. അതായത് ചേട്ടത്തി അനിയത്തിയും അയാൾ വർഷങ്ങളായി ഭാര്യമാരായി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറച്ചിൽ. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു. ഞങ്ങൾ പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ കുഞ്ഞമ്മയൊന്നും ഞങ്ങളവിടെ കണ്ടില്ല. അച്ഛനും അമ്മയും നല്ല രീതിയിലാണ് അവിടെ സംസാരിച്ചത്. അപ്പോഴേക്കും കുഞ്ഞും പറഞ്ഞു അതൊക്കെ അവരുടെ കള്ളത്തരമാണ്. ആ സ്ത്രീയെ മാറ്റി നിർത്തി കാണും. എന്തായാലും പണ്ട് തൊട്ടേ ആ സ്ത്രീ അവിടെയുണ്ട്. അവർക്ക് കുട്ടികൾ ഉണ്ടാകില്ല പോലും. അതുകൊണ്ടാണ് ഇങ്ങനെ അവരെയും കല്യാണം കഴിച്ചത് എന്നൊക്കെ കുഞ്ഞും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് ആകെ കൂടി കോലാഹലമിളകി. എൻ്റെ അമ്മ അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി. ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് പോരുകയും ചെയ്തു. പെട്ടെന്ന് ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കും ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അവളുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായതുമാണ്. പക്ഷേ പെട്ടെന്ന് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറയണമെന്ന് അറിയാതായി. അവളെ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. അതെടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അമ്മയായിരുന്നു. അവർ പറഞ്ഞു, മോനെ, എനിക്ക് നിന്നെ കണ്ട് ഒന്ന് സംസാരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഇനി എന്ത് സംസാരിക്കാനാ, എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന്. അപ്പോഴേക്കും അവർ ചൂടായി. വീട്ടുകാർ പറയുന്ന പോലാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടവരാണല്ലോ, ജാതകവും ചേരും. നിങ്ങളാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ പ്രശ്നമായേക്കാം. പക്ഷേ അതിനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായ കഥ മോനൊന്ന് കേൾക്കണം. എനിക്ക് മോനെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി കണ്ടു. ഞങ്ങളുടെ അവിടെ ഒരു പാർക്ക്. ആ പാർക്കിലിരുന്നാണ് ഞാനും എൻ്റെ ഭാവി അമ്മായിയമ്മയും കൂടെ അന്ന് സംസാരിച്ചത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എൻ്റെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത്. എനിക്കൊരു അനിയത്തി മാത്രമേ ഉള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് അവളുടെ കല്യാണം നടന്നത്. അതിനു മുമ്പ് അന്യജാതിയിൽപ്പെട്ടൊരു ചെക്കനുമായിട്ട് അവൾക്ക് പ്രേമമുണ്ടായിരുന്നു. പക്ഷേ അത് വീട്ടുകാർ സമ്മതിച്ചില്ല. പിന്നീട് അവൻ വേറെ കിട്ടി. അത് കഴിഞ്ഞ ശേഷമാണ് ഇവളുടെ കല്യാണം നടത്തിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ആ വീട്ടുകാരിൽ നിന്ന് വലിയ കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു. അതിന് കാരണം അവിടുത്തെ അമ്മായിമ്മയ്ക്ക് 6 മാസത്തിനുള്ളിൽ കുട്ടികൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ സ്ത്രീ പ്രകടിപ്പിക്കണമത്രേ. അതവർക്ക് നിർബന്ധമാണ്. 6 മാസമായി, 8 മാസമായി ഒരനക്കവുമില്ല. അതുകൊണ്ടാണ് വഴക്ക് വക്കാണൊക്കെ ഉണ്ടായത്. അവസാനം അവർ ഡോക്ടറെ അടുത്ത് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളും ആ നഗ്നസത്യം അറിയുന്നത്. അതായത് എൻ്റെ അനിയത്തിയുടെ ഗർഭപാത്രത്തിന് വികാസം വളരെ കുറവാണ്. ഗർഭിണിയാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അഥവാ ഗർഭിണിയായാൽ പോലും അത് നിലനിൽക്കില്ല. കുട്ടികളെ ദത്തെടുക്കേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടതോടുകൂടി അമ്മായിയമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളായി. പണ്ടത്തെ കാലമാണല്ലോ. ഇപ്പോഴത്തെ കാലമായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ കാണുമായിരിക്കാം. എന്തായാലും ഇതറിഞ്ഞപ്പോഴേ അവർ ഒഴിവാക്കി. അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. പിന്നെ സ്ത്രീധനം, സ്വർണം, ഇതിനെല്ലാം അവർ എല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കുറച്ച് കൂടുതൽ തുകയുടെ അവളുടെ ഭർത്താവ് അവിടെ കൊടുത്തിട്ടാണ് ഒഴിഞ്ഞു പോയത്. അവളുടെ അമ്മായിയമ്മ ഭയങ്കരമായ സ്ത്രീയാണെങ്കിലും ഭർത്താവ് അത്രത്തോളം കുഴപ്പക്കാരനായിരുന്നില്ല. അയാൾക്ക് സ്വന്തം അമ്മയെ അനുസരിക്കാതെ തരമില്ലായിരുന്നു. അവൾക്ക് വേണ്ടി ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അയാൾ പോയത്. അത് അവൾക്ക് ഉപകാരമായി. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. പക്ഷേ എൻ്റെ അമ്മ ആ അമ്മായിയമ്മയേക്കാൾ ക്രൂരമായിട്ടാണ് അനിയത്തോട് പെരുമാറിയത്. എന്നും വഴക്ക് വക്കാണോ ആണ്. അവൾ എന്നെ വിളിക്കും, കരയും. ഞാനിവിടെ ഭർത്താവുമൊത്ത് നല്ല ജീവിതം ജീവിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് എന്നെ ജീവനാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇവൾ വിളിക്കുകയും കരയുകയൊക്കെ ചെയ്യും. എൻ്റെ അമ്മയാണെങ്കിൽ അവളെ
തെല്ലിട പോലും സപ്പോർട്ട് ചെയ്യുകയില്ല. അങ്ങനൊരു സ്വഭാവമാണ്. എൻ്റെ ഭർത്താവിന് പോലും അവളോട് സഹതാപം തോന്നുമായിരുന്നു. ഞാൻ പറയും, എന്തിനാണ് അമ്മയുടെ അടുത്ത് അവളെ നിർത്തിയിരിക്കുന്നത്, എവിടെയെങ്കിലും ഹോസ്റ്റലാക്കാം, അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ഗർഭിണിയായത്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, എടി നീ ഇവിടെ നിന്ന് നിൽക്കും, എനിക്ക് റെസ്റ്റാണ്, എല്ലാം നീ ഒന്ന് നോക്കി നടത്താൻ പറഞ്ഞു. അവൾ അമ്മയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങി വന്നു. അമ്മയാണെങ്കിൽ തന്നെ താമസിച്ചോളും, അമ്മ താൻ പോരുമുള്ള കൂട്ടത്തിലാണ്, അമ്മയ്ക്ക് ആരുടെ സഹായമൊന്നും വേണ്ട, പൈസ കൊടുത്താൽ മതി, അതൊക്കെ ഇഷ്ടം പോലെ ഞാനും ഭർത്താവും കൊടുക്കുന്നുണ്ട്, അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവൾ എൻ്റെ കൂടെ എൻ്റെ ഗർഭകാലത്ത് വന്ന് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മാഡം വേറൊരു പ്രശ്നം. എൻ്റെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് എല്ലാ ദിവസവും ആവശ്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് വരും. ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇത്തിരി ദുർബലയാണ്, അതുകൊണ്ട് ബെഡ് റെസ്റ്റ് വേണമെന്ന്. കാര്യം ഇതൊക്കെയാണെങ്കിലും എൻ്റെ ഭർത്താവ് രാത്രിയാകുമ്പോൾ എന്നെ വിട്ടു പോകില്ല. കിള്ളുകയും നുള്ളുകയും ഒക്കെയാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യ അടങ്ങി ഒതുങ്ങി കിടക്കും, എടി നീ എന്നെ സഹായിക്കുക, അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് നിർബന്ധിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യ, എനിക്ക് വയ്യാന്നറിയില്ലേ, ഒരു കുട്ടി വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും, കുട്ടിയൊക്കെ വേണം എന്ന് വെച്ചിട്ട് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്താൽ പറ്റില്ല, എനിക്ക് ഒരു ദിവസം പോലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, നീ വേണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ അനിയത്തി ഉള്ളപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത്, എന്തായാലും അവളെ ഇനി വേറൊരുത്തിനോട് കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. കാരണം ഒരിക്കലും കുട്ടികളുണ്ടാകില്ല. അല്ലെങ്കിൽ നല്ല അറിവുള്ള വിശാലമായ മനസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കണം. അങ്ങനെ ഒരാളെ എവിടെ കിട്ടാനാണ്? ഞാൻ ഒരു ഓപ്ഷൻ പറയാം, നിങ്ങൾ അവളെ കൂടെ അങ്ങ് കെട്ട്, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ, അടുത്തൊരു വർഷം നിങ്ങളും അവളും കൂടെ കുടുംബം നടത്തുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, നല്ലൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല, അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കൂ, തൽക്കാലം എനിക്കൊരു റെസ്റ്റ് ഇതാ, ഞാൻ കുട്ടിയുടെ കാര്യമൊക്കെ നോക്കി ഒന്ന് റെഡി ആകുമ്പോഴേക്കും അവളും നിങ്ങളുമായി ജെല്ലാകും, പിന്നെ നമുക്ക് 3 പേർക്ക് കൂടെ ഒന്നിച്ച് പോകാം. അവളെ എനിക്ക് തിരിച്ചമ്മയുടെ അടുത്തേക്ക് വിടാൻ പറ്റുകയില്ല. മറ്റേതെങ്കിലും ആണുങ്ങൾ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും അവൾ എന്നെ വിളിച്ച് എപ്പോഴും കരയും, എനിക്ക് അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 10 വട്ടം പറഞ്ഞതിന് ശേഷമാണ് ഭർത്താവ് സമ്മതിക്കുന്നത്. പക്ഷേ എൻ്റെ അനിയത്തോട് ഞാൻ പറഞ്ഞിരുന്നില്ല. അവളോട് പറഞ്ഞപ്പോൾ അവൾ വേണ്ട, അത് അനാവശ്യമാണ്, ത്യാഗമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചെന്ന് പറഞ്ഞ് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല, നമുക്ക് 3 പേർക്കും ഈ വീട്ടിൽ കഴിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾ ഞാൻ സോൾവ് ചെയ്തെടുത്താണ്. അതിൽ എൻ്റെ ഭർത്താവിനോ എൻ്റെ അനിയത്തിക്കോ യാതൊരു പങ്കുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോയി. എൻ്റെ അനിയത്തി ഞങ്ങളുടെ വീട്ടിൽ നിന്നു. പതുക്കെ നാട്ടുകാരൊക്കെ അറിയാൻ തുടങ്ങി. അവൾക്ക് എന്തായാലും കുട്ടികളുണ്ടാകില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ 2ാമത്തെ ഭാര്യയാണ്. ചേട്ടത്തെയും അനിയത്തിയെയും എൻ്റെ ഭർത്താവ് തന്നെയാണ് നോക്കുന്നത്. ആദ്യമൊക്കെ ഭർത്താവിന് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഓർക്കണം, എൻ്റെ അനിയത്തി, അവൾക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ടെങ്കിലും ശരീരത്തിനുള്ളിലാണ്. പക്ഷേ അവളെ പുറമേ കണ്ടു കഴിഞ്ഞാൽ അവളൊരു ഭൂലോക സുന്ദരിയാണ്. ഇപ്പോഴും നീ ഒന്ന് നോക്ക്, നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടെന്ന് ഞാൻ തലയാട്ടി. അവൾ ഒരു സുന്ദരിയല്ലേ ഇപ്പോഴും? ഞാൻ പറഞ്ഞ ആണ്. നിൻ്റെ ഭാര്യയെക്കാളും എന്നെക്കാളും 10 മടങ്ങ് സൗന്ദര്യം ഇപ്പോഴും അവൾക്കുണ്ട്. എൻ്റെ ഭർത്താവിന് അവളോട് താല്പര്യമുണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറയുന്നത് തന്നെയാണ് കാര്യം. എല്ലാവർക്കും എല്ലാം അനുവദിച്ചു കൊടുത്തത് ഞാനാണ്. എൻ്റെ തലയിൽ കയറി നിറങ്ങാൻ എൻ്റെ ഭർത്താവിനെയോ എൻ്റെ അനിയത്തിയോ ഞാൻ സമ്മതിക്കാറില്ല. അവർ എൻ്റെ കാര്യങ്ങൾ കേട്ട് ഒത്ത് അനുസരിച്ച് പോകുന്നുണ്ട്. ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്. അല്ലാതെ ആളുകൾ പറയുന്ന പോലെ അവിടെ വലിയ കലാപമൊന്നും നടക്കുന്നില്ല. നിനക്ക് ഇതിൽ നാണക്കേടില്ലെങ്കിൽ എൻ്റെ മോളെ കെട്ടണം. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ സഹോദരനും അവളും നന്നായിട്ട് തന്നെയാണ് വളർന്നത്. അല്ലാതെ ഞാൻ പോയിട്ട് ഒരിക്കലും നിനക്ക് 2 ഭർത്താക്കന്മാർ വേണമെന്നോ അനാവശ്യമായ വഴിയിൽ കൂടി നടക്കണമെന്നോ അല്ലെങ്കിൽ ആണുങ്ങളെ വല വീശി പിടിക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ സാധാരണ രീതിയിൽ ജീവിച്ച നല്ല അറിവും വിദ്യാഭ്യാസവും കുടുംബവും ഒക്കെ മതിക്കുന്ന ഒരു പെണ്ണ് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ശരിയാണ്, അവളുടെ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ അനിയത്തി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തത്. അതിന് എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണെന്ത് പിഴച്ചു. അതുകൊണ്ട് വീട്ടിൽ വന്ന് ഞാൻ ഉഗ്രം വഴക്കുണ്ടാക്കി, എനിക്ക് അവളെ തന്നെ മതിയെന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ആദ്യമൊക്കെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നെങ്കിലും എൻ്റെ അമ്മായിയമ്മയുടെ കാര്യം മാത്രം പ്രസക്തമായ തുറന്നു സംസാരിക്കുന്ന പ്രകൃതം അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അവർ നേരെ വാ നേരെ പോന്ന് എന്തും മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ആദ്യം ഇതൊക്കെ പറഞ്ഞു. ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കുന്ന രീതിയിലുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് അവളായിട്ടൊന്നും പറയില്ല. ആദ്യം മുതലേ ഞാൻ അവളും തമ്മിൽ വഴക്കോ വക്കാണമോ ഒന്നുമില്ല. ഒരു സൗന്ദര്യപ്പണക്കം പോലുമില്ല. ഞാനും ഭാര്യയും മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ ഭാര്യയുടെ വീട്ടിലായിരിക്കും. അമ്മായിയമ്മയും കുഞ്ഞമ്മയോടുണ്ടല്ലോ.
രണ്ടുപേരുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലെ പോലെയുള്ള സിറ്റുവേഷൻ. അവരാണെങ്കിൽ ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ അമ്മായിച്ചൻ, പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഈ വക എന്തോ കുതിരക്കുട്ടനാണെന്നൊന്നും പറയുകയൊന്നുമില്ല. ഇപ്പോൾ പുള്ളിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് നടന്നത് അയാൾ അങ്ങനെ ഈ രണ്ട് പെണ്ണുങ്ങളെ മാനേജ് ചെയ്തെന്ന് നമ്മൾ ഓർത്തു പോകും. ഞാനത് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം അങ്ങനെ വലിയ 6 പാക്ക് ഒന്നും വേണ്ടല്ലോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുകയും ചെയ്യും. എന്തായാലും അവിടെ അമ്മായിച്ചിന് വലിയ റോളൊന്നുമില്ല. പുള്ളിക്ക് ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. ഭാര്യയുടെ മൂത്ത സഹോദരൻ വിദേശ രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത്. അവൻ ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കും. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഇനിയിപ്പം ബിസിനസ്സോ ജോലിയോ ഒന്നും ചെയ്യണമെന്നുള്ള നിർബന്ധവുമില്ല. ഒരു ദിവസം 4:45 ആയി കഴിയുമ്പോഴേക്കും അമ്മാച്ചനോട് പറഞ്ഞു, മോനെ നമുക്ക് അമ്പലത്തിൽ വരെ പോകാം, നിൻ്റെ ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ അച്ഛാ, പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോയി. മാഡം, അമ്പലത്തിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് ഒരു 5:30 ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് അവിടെ ഒരു ആൾത്തറ പോലെയുണ്ട്. ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതാണ്. അവിടെ കുറച്ചേരം ഇരിക്കാതെ പറഞ്ഞു. ഇരിക്കുക അച്ഛാ എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എൻ്റെ കൈയെടുത്ത് തലോടാൻ തുടങ്ങി. എന്താ അച്ഛാ, അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചു. അപ്പം അമ്മയപ്പൻ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞങ്ങളുടെ വീട്ടിൽ 2 പെണ്ണുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ 2 പെണ്ണുങ്ങൾ, അവിടെ 3 പെണ്ണുങ്ങളില്ലേ? അതിലൊന്ന് നിൻ്റെ ഭാര്യയാണ്. നിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എൻ്റെ മോള്. അവളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു തലവേദനയുമില്ല അച്ഛൻ. പിന്നെ അവിടെ അമ്മയും കുഞ്ഞമ്മയല്ലേ ഉള്ളൂ. അവളുമാരുടെ 2 പേരുടെയും ഗുണവധികാരമാണ് നിന്നോട് ഞാൻ പറയാൻ പോകുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛനെ അത്ഭുതത്തോട് നോക്കി. എന്താ അച്ഛൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം അച്ഛൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, നീ നന്നായി അധ്വാനിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ അധ്വാനിക്കുന്നുണ്ട്. എന്താ സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടോ? എടാ പൊട്ടാ, അതൊന്നുമല്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അവളുമാർ 2 പേരും മഹാപ്രശ്നക്കാരികളാ. എന്ത് പ്രശ്നം അച്ഛാ? അപ്പോഴേക്കും അമ്മായിച്ചനോട് പറഞ്ഞു, പ്രശ്നം എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നുമല്ല, നല്ല സ്നേഹമൊക്കെയാണ്. പക്ഷേ ചേട്ടത്തി അനിയത്തി പ്രായം ഇത്രയായിട്ടും ഒന്നും നിർത്തിയിട്ടില്ല. എന്ത് നിർത്തിയിട്ടില്ലെന്ന്? എടാ, അവളുമാർ 2 പേരും മതപ്പാടുള്ള ആനയെപ്പോലെയാണ്. അച്ഛൻ എന്തൊക്കെയാണ് വളച്ചു കെട്ടി പറഞ്ഞത്? യഥാർത്ഥത്തിൽ അങ്ങ് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു, എടാ, അവളുമാർക്ക് 2 പേർക്കും അന്നത്തെ കാലം മുതൽ ഇന്നത്തെ കാലം വരെ ഈ ഒരു ചിന്തയേ ഉള്ളൂ. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും 2 പേർക്കും പ്രശ്നങ്ങളാണ്. മറ്റേ കാര്യത്തിൽ അമിതമായ താല്പര്യമാണ്. ഇത്രയും ആസക്തിയുള്ള പെണ്ണുങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. എൻ്റെ ഭാര്യ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് ഓക്കെയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അനിയത്തെ കൂടെ ഉന്തിത്തള്ളി അവൾ ഓരോ പ്രശ്നം പറഞ്ഞ് എൻ്റെ മുന്നിൽ വെച്ചു. പിന്നെ 2 പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് ഞാൻ ചക്ക കുഴയുന്ന പോലെ കുഴയുകയായിരുന്നു മോനെ. ഇവളുമാർക്ക് 2 പേർക്കും ഇത്രയും വർഷമായിട്ടും യാതൊരു കുറവും ഇതിലുണ്ടായിട്ടില്ല. നീ വിചാരിക്കും, അയ്യോ അത് നല്ലതല്ലേ, 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അച്ഛന് സുഖമല്ലേ, രസമല്ലേന്ന്. അതല്ലടാ, നീ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭ്രാന്തമായ ആവേശമുള്ള 2 പെണ്ണുങ്ങളാണവർ. എന്നിട്ട് ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ വേണ്ടി ഒത്തിരി പാടുപെട്ടു, ഹാർഡ് വർക്ക് ചെയ്തു. നീ വിചാരിക്കുന്നതിലും അധികം ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പുരുഷന് 2 സ്ത്രീകളുള്ളത് രസകരമാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെ അല്ലടാ, വലിയ പ്രശ്നമാണ്. പിന്നെ എനിക്ക് വയ്യാതായല്ലോ, ചില പ്രമേഹത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതോടുകൂടി ഇവളുമാർ 2 പേരും എന്നെ ബോൾ പോലെ തട്ടിക്കളിക്കുകയാണ്. പുറത്തുനിന്ന് പല ആൾക്കാരെയും വിളിക്കും. മോളെന്ന് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ചെക്കനങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവളുമാരുടെ സാമ്രാജ്യമാണ്. പല ആണുങ്ങളെയും വിളിച്ചു കയറ്റും. എന്നിട്ട് എന്നെ അധിക്ഷേപിക്കും. എൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് അവളുമാരുടെ പല കേളി വിലാസങ്ങളും. അങ്ങനെയായിരുന്നു ഇതുവരെ. ഇതിനിടയ്ക്കാണ് മോളുടെ കല്യാണമൊക്കെ ഒന്ന് ആലോചിച്ചത്. ആ സമയത്ത് 2 പേരും പത്തിയൊന്ന് താഴ്ത്തി വെച്ചു. അത് കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആരെയും വിളിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭാഷണം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നിയത് 2 പേരും നിന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. നിന്നെപ്പോലൊരു ചെക്കൻ വീട്ടിലുള്ളപ്പോൾ എന്തിനാണ് 3ാമതൊരാൾ എന്നുള്ള രീതിയിലാണ് അവരുടെ ചർച്ച. അവളുമാർ 2 പേരോട് കണ്ടുപിടിച്ചിരിക്കുന്നത് നിനക്കും അവളുമാരെ പോലെ ഇത്തിരി ആസക്തി കൂടുതലുള്ള ടൈപ്പാണെന്നാണ് പറഞ്ഞത്. നിന്നെ കണ്ടാലേ അറിയാവുന്ന. അവളുമാർക്ക് അവളുമാരുടെ മോളെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമില്ല. മോൾ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതറിഞ്ഞ് ഞാൻ ക്വസ്റ്റ്യൻ
ചെയ്താണ്. അപ്പോഴേക്കും എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിന്നെ 6 മാസത്തിനുള്ളിൽ രണ്ടുപേരും അമ്മാനമാടും. അവൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും സ്വന്തം മോളുടെ ജീവിതം പോയാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കാൻ നടക്കുകയാണ് ആ നിന്റെ 2 അമ്മമാരും എൻ്റെ 2 ഭാര്യമാരും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വാ പൊളിച്ചു പോയി. അച്ഛാ, സ്വബോധത്തോടുകൂടിയാണോ അച്ഛൻ ഇതൊക്കെ പറഞ്ഞത്? അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ചൂടായി. എടാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആ കൂടി ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ എൻ്റെ ബുദ്ധിയൊന്നും പോയിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞത് നീ സൂക്ഷിച്ചും കണ്ട് ജീവിക്കണം, അല്ലെങ്കിൽ 2 താടകമാരും കൂടെ നിന്നെ ആയിരിക്കും അടുത്ത കരുവാക്കാൻ പോകുന്നത്. 10ഉം 20 വയസ്സുള്ള ചെക്കന്മാരെ പോലും അവളുമാരെ വെറുതെ വിട്ടിട്ടില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, നിന്റെ ദാമ്പത്യ ജീവിതം തകരാറാക്കരുത്. മോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ 2 പേരെ അറിയിക്കാതാണ് ഇവളുമാർ ഇത്രയും കാലം നടന്നത്. ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൾ എന്താ റിയാക്ട് ചെയ്യാമെന്ന് അറിയാൻ പറ്റില്ല. ഇവളുമാർക്ക് 2 പേർക്ക് ഒന്നും പ്രശ്നമല്ല, എന്നാലും ഇത്രയും നാൾ അടങ്ങി ഒതുങ്ങി നിന്നു അവളെ അറിയിക്കാതെ. ഇനിയിപ്പം നിന്റെ പേര് പറഞ്ഞ് 2 കൂടെ മേക്കിട്ട് കയറി കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ നിന്നെ ഇട്ടിട്ട് പോകും, ഉപേക്ഷിക്കും. കാര്യം അത്രയ്ക്ക് സ്നേഹമാണ് എൻ്റെ മോൾക്ക് നിന്നോട്. നിനക്ക് ശരിക്കും ഇത്തരം താല്പര്യങ്ങൾ കൂടുതലാണോ? അവളുമാർ 2 പേര് പറഞ്ഞത് കേട്ടത് ലക്ഷണശാസ്ത്രപ്രകാരം അവളുമാരെ പോലെ മതം പൊട്ടി നിൽക്കുന്ന കൊമ്പനാ നീ എന്നാ. ഇതൊക്കെ എന്താ അച്ഛാ? അവരുടെ ഒരു കൈനോട്ടക്കാരികളോ ലക്ഷണം എങ്ങനെ പറയാൻ? അച്ഛൻ വിശദമായിട്ടോട് കാര്യങ്ങൾ പറഞ്ഞു. അവരോടൊന്നും പറയില്ല, ഇതറിഞ്ഞ് സൂക്ഷിച്ച് നിൽക്കുക എന്നുള്ള കാര്യം സത്യം ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ആരോട് പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും 2 അമ്മമാരും എന്നോട് സ്നേഹത്തോടുകൂടിയാണ് സംസാരിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയി മാഡം. 1-2 മാസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛനോട് ഞാൻ പറയുകയും ചെയ്തു. തരം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല, എപ്പോൾ ചാടി വീഴുമെന്ന്. 2 പേരും പുലികളാണെന്ന് പറഞ്ഞു. ആ, പുലിയാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാനും ഭാര്യയും ഇങ്ങനെ സാധാരണ രീതിയിൽ തുടർന്നു പോന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസമില്ലേ മാഡം, എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. മദ്യമൊക്കെ കഴിച്ചു. ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും രാത്രി എന്തോ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ സെൻറ്റിമെൻറ്റ്സ് പറയാൻ തുടങ്ങി. പലപ്പോഴും കുടിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തുറന്നു പറഞ്ഞ സ്വഭാവമൊന്നുമില്ല. അന്ന് അവളുടെ സെൻറ്റിമെൻറ്റ്സ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞ കാര്യം, അമ്പലത്തിൽ കൊണ്ടുപോയി പറഞ്ഞ കാര്യം ഞാൻ അവളോടങ്ങ് തുറന്ന് പറഞ്ഞു മാഡം. ആ സമയത്ത് അവൾ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. പക്ഷേ ലഹരിയിലായിരുന്നതുകൊണ്ട് ഞാൻ പാതി കേട്ടു, ഒന്നും ഓർമ്മയില്ല, മറന്നുപോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ മുറി അടച്ചിട്ട് എന്നോട് കാര്യങ്ങൾ മണിമണിയായി ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. അച്ഛനത് പറഞ്ഞതാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ അതുകൊണ്ട് നിൻ്റെ 2 അമ്മമാരുടെയും കാര്യത്തിൽ കുറച്ച് ശ്രദ്ധാലുവാണ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ അവരുമായിട്ട് അടുക്കമൊന്നുമില്ല. നമുക്കിത് ആരോടും പറയാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് 3 പെണ്ണുങ്ങളും കൂടെ ഭയങ്കര വഴക്കും വക്കാണവും ഒക്കെ തുടങ്ങി മാഡം. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മോളും അമ്മമാരും കൂടെ ഭയങ്കര മുടിഞ്ഞ വഴക്ക്. അവസാനം എൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് നല്ലൊരു പ്രേമുണ്ടായിരുന്നു ചേട്ടാ, അയാൾ എന്നെ കെട്ടാനിരുന്നതാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യുമായിരുന്നു. ഒരു 5-6 വട്ടം അങ്ങേര് ഇവിടെ വന്നത് ഓർമ്മയുണ്ട്. പിന്നീട് അങ്ങേർക്ക് എന്നോടുള്ള താല്പര്യം കുറഞ്ഞു. പ്രേമവും ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഒരു ദിവസം കുഞ്ഞമ്മയുടെ മുറിയിൽ നിന്ന് അയാളെ ഞാൻ കൈയോടെ പിടിച്ചു. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അത് പക്ഷേ അച്ഛനറിയില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അച്ഛനവിടെ ഇല്ലായിരുന്നു. അച്ഛൻ ഓർക്കുന്നത് എനിക്ക് 2 തള്ളമാരുടെ കാര്യങ്ങൾ ഒന്നും അറിയില്ലെന്നാണ്. എനിക്കിവരുടെ 2 പേരുടെ സ്വഭാവം അറിയാം. ഇവരുടെ 2 പേരുടെ പേക്കൂത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്ന് ഭാര്യ പറഞ്ഞു. എന്താ ഇതൊക്കെ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു പറയുവാണ്, എടാ നിൻ്റെ ഭാര്യ സത്യസന്ധത ചമഞ്ഞ് പറയുകയാണ്. പണ്ടൊരു കാമുകനുണ്ടായിരുന്നു. 5-6 വട്ടം അവൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 2 പേരും കൂടി അവനെ ഇങ്ങ് കൈക്കലാക്കി. ഇവളെ ഉപേക്ഷിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ആ പതിവ്രത നിന്നെ കല്യാണം കഴിച്ചത്. എടാ, +2 മുമ്പ് മുതലേ ഇവക്ക് നല്ല രോഗമുണ്ട്, കാമുകന്മാരോടുള്ള രോഗം. എത്ര ആണുങ്ങളെ ഇവൾ പ്രേമിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് പോലും അറിയില്ല. കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ ഇവൾ പലരെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ കണ്ണടച്ചു കൊടുത്തിട്ടുള്ളത് ഞാനും അവളുടെ അമ്മയും കൂടിയാണ്. അവളുടെ അച്ഛൻ ബിസിനസ്സാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഓരോ ആണുങ്ങളെ അവൾ വിളിച്ചുകൊണ്ട് വരിക. അങ്ങനെ എത്ര ആണുങ്ങൾ വന്നിട്ട് പോയി. അവൾ പറഞ്ഞത് അവരെല്ലാം കല്യാണം കഴിക്കുകയാണെന്നാണ്. അവസാനം അവൾ ജാതകം നോക്കിയല്ലേ കല്യാണം കഴിച്ചത്. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ഷോക്കായി നിന്നു. എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി എല്ലാ കള്ളത്തരങ്ങളും വെളിയിൽ വന്നെന്ന്. ചേട്ടാ, ഇവർ പറഞ്ഞോളൊന്നുമില്ല, എനിക്ക് നേരത്തെ പ്രണയമുണ്ടായിരുന്നു, അത്രേ ഉള്ളെന്ന്. 1 ആണോടി 9 ആണോ എന്ന് പറഞ്ഞ് അവൾ അമ്മയും ചീറ്റി. അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, മോനെ, ഞങ്ങൾ ചേട്ടത്തി അനിയത്തിയും ഒരേ ജിൻസാണ്. പണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നല്ല താല്പര്യമുണ്ട്. ഒരു ഭർത്താവാണെങ്കിൽ അതിനനുസരിച്ച് നിന്നോളല്ലോ എന്ന്
വിചാരിച്ചു. അങ്ങേർക്ക് കുഴപ്പം വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ്, ഞങ്ങൾ മറ്റുള്ളവരെ നോക്കിയിട്ടുണ്ട്, അത് ഞങ്ങളുടെ ആവശ്യമായതുകൊണ്ടാണ്. പിന്നെ നിന്റെ കാര്യം അതും ഞങ്ങൾ ചർച്ച ചെയ്താണ്. ഇവളെന്തായാലും ശീലാവതിയൊന്നുമല്ല. ഇവളുടെ ഭർത്താവിനെ ഞങ്ങൾ കണ്ടാൽ എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല. നിനക്കും ഈ പറഞ്ഞതുപോലെ തണ്ടും തടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് നിരസിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾക്കറിയാം. പിന്നെ ഇവളുടെ സ്നേഹം, അത് സൗന്ദര്യമുള്ളൊരു പുരുഷനോടുള്ള ആദ്യത്തെ കുറേ സ്നേഹമാണ്. 1, 2, 3 വർഷം കഴിയട്ടടാ, നിന്നേക്കാൾ നല്ലൊരുത്തരെ കണ്ടു കഴിഞ്ഞാൽ ഇവള് വേണമെങ്കിൽ ചാടിപ്പോകും. ഞാൻ ചോദിച്ചു, ഇത്രയ്ക്കും അതപ്പതിച്ച ആൾക്കാരായിരുന്നെങ്കിൽ എന്തിനേ കല്യാണമൊക്കെ? എന്തിനാണ് വെറുതെ ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്? നീയല്ലേടാ ജാതകം നോക്കി പെണ്ണുങ്ങളെ നോക്കി നടന്നത്? ഇവൾക്ക് വേണ്ട ഒരു ആൺതുണ. നിന്നെപ്പറ്റി ഞങ്ങളും അന്വേഷിച്ചു. നീയും പണ്ടൊരു പെണ്ണിൻ്റെ കൂടെ ഒത്തിരി കറങ്ങി നടന്നല്ലേ, എന്നിട്ട് അവളെ കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നീ ചിലറക്കാനല്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഒന്നുകിൽ അടങ്ങി ഒതുങ്ങി ഞങ്ങൾ 3 പെണ്ണുങ്ങളുണ്ട് ഇവിടെ കഴിയുക. ഇവരുടെ അച്ഛനില്ലേ, അയാളൊരു കോന്തൻ അവിടെ കാണാൻ ഇരുന്നോളും. ഇവിടെ ജോളിയായിട്ട് കഴിയുക. അല്ലെങ്കിൽ നീ ഇവളെ ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോ, ഒരു പ്രശ്നവുമില്ല. ഇവൾ നിന്റെ പുറകെ വന്നു പറഞ്ഞാലും ഇവൾ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. ഇവൾക്ക് ഇനിയും വേറെ ആണുങ്ങളെ ആവശ്യമുണ്ട്. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും. എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ മാത്രം നീ വിവാഹബന്ധത്തിൽ നിന്നാൽ മതി. അല്ലെങ്കിൽ നീ ഒഴിഞ്ഞു പോ. ഇനി ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും പുറത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് നിനക്ക് യാതൊരു കഴിവുമില്ല. എൻ്റെ മോൾക്ക് നിന്നെ മടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ 2 പെണ്ണുങ്ങളുണ്ടായിരുന്നു, അവരെ അപ്രോച്ച് ചെയ്യാൻ നീ വന്നു എന്നുള്ള രീതിയിലായിരിക്കും. ഞങ്ങളെപ്പറ്റി ആളുകൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾ 3 പേരും കൂടെ ഒന്ന് ചെന്ന് കട്ടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെയായിരിക്കും നാണക്കേട്. അതുകൊണ്ട് മര്യാദയ്ക്കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുകയോ ചെയ്യുമെന്ന് പറയുകയാണ് മാഡം. ഞാൻ ഒന്നും പറയാതെ അവിടുന്ന് ഇറങ്ങിപ്പോന്നു മാഡം. പിന്നീട് ഭാര്യ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് 2 കാര്യമാണ്. ഒന്നുകിൽ സൈലൻ്റായിട്ട് പിരിയുക, അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് പോലെ കൂടെ നിൽക്കുക. അവൾ പറഞ്ഞത് അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്, പണ്ട് കഴിഞ്ഞതൊക്കെ ഓക്കെ, ഇനിയിപ്പം 3 പേരുടെയും കൂടെ ഞാൻ നിൽക്കണമെന്നാണ് അവൾ പറയുന്നത്. അമ്മമാർക്ക് എന്നോട് മാത്രമൊന്നും ആയിരിക്കില്ല എപ്പോഴും താല്പര്യം. ഇപ്പോൾ അവരുടെ ടാർഗറ്റ് ഞാനാണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഓക്കെ ആകുകയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും അവർ വേറെ ഏതെങ്കിലും ശിഖരങ്ങളിൽ കയറി അങ്ങ് പോയിക്കോളൂന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് ഞാനും അവളും തമ്മിൽ നല്ല രീതിയിൽ ജീവിക്കാമെന്നൊക്കെ പറയുന്നു മാഡം. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തല മരവിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് കേൾക്കുന്ന ഞങ്ങളുടെയും തല മരവിക്കുകയാണ്. ഇത് ഭൂമിയിലെ ഏത് ഏരിയയാണ്? എന്തുവാ അത്? അഗ്നിപർവ്വത സ്ഫോടനമുള്ള സ്ഥലം? എന്തോ ഇത്? എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത് സത്യമാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്. അവൾ പറഞ്ഞ് ആദ്യത്തെ ഓഫർ സ്വീകരിക്കുക. അവരുടെ രഹസ്യങ്ങൾ ആരോടും പറയാതെ പൊരുത്തക്കേടാണ്, അതുകൊണ്ട് പിരിഞ്ഞു എന്നുള്ള രീതിയിൽ പിരിഞ്ഞ് നീ നിൻ്റെ കാര്യം നോക്കുക. അതല്ല 3 പേരുടെയും കൂടെ ദുരൂഹമായ ആ വീട്ടിൽ തുടരാനാണ് അല്ലെങ്കിൽ പരീക്ഷിക്കാനാണ് താല്പര്യമെങ്കിൽ അതിൻ്റെ റിസ്ക് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വരുന്നിടത്ത് വെച്ച് കാണേണ്ടി വരും. അപ്പോൾ റിസ്കിന് പോകണോ, സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തണോ എന്നുള്ളത് നീ തീരുമാനിക്കുക. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് പറയാനേ ഇല്ല.